നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ദേവേനയും കനികയും നയനയും കൂടെ സംസാരിക്കുവാണ്. ആ സമയത്ത് ദേവേനി പറഞ്ഞു, എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല നയനെ, നമുക്ക് ഇതിനൊരു തിരിച്ചടി തന്നെ കൊടുക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നവ്യയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് കരുതിയ വന്ന. പക്ഷെ ഇനിയിപ്പോൾ അവളോട് പറയാൻ പറ്റില്ലല്ലോ ദേവേനി. പക്ഷേ ഇനിയിപ്പം നവിയോട് പറയണ്ട. ഇനിയിപ്പോൾ അവള് വല്ല കടുങ്കൈ ചെയ്താലോ, അവരുടെ ഉള്ളിലല്ല ആ ഒരു ഭയം ഉണ്ടായി. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കുഞ്ഞിന് അമ്മയില്ലാതാവും. അത് മാത്രമല്ല, ഒരു കുടുംബം തന്നെ തകർന്നു പോന്നേ. തൽക്കാലത്തേക്ക് അറിയണ്ട. പക്ഷേങ്കിൽ അനാമികയുണ്ടല്ലോ, അവളെ നമ്മൾ വെറുതെ വിടല്ലേ. ഇത് കേട്ടാൽ നയന പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? അനാമികയല്ലേ ഈ പ്രസ്താവനകളിലൊക്കെ ഇപ്പൊ നടത്തിയിരിക്കുന്നേ. നാട്ടുകാർ മുഴുവൻ അറിയാൻ കാരണം അവളല്ലേ. അവളെ വെറുതെ വിടില്ല. അവളെ മാത്രമല്ല, അവളുടെ കുടുംബത്തിലെ അവളുടെ അച്ഛനെ അമ്മയെ അവർക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കണം മോളെ നമ്മള്. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, ഞാനും അത് ആലോചിക്കാതിരുന്നില്ലമ്മേ. ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കനക പറഞ്ഞു, അവള് പഠിച്ച കള്ളിയ അനാമിക. അവൾ ഈ കുടുംബത്തിന്റെ സ്വത്ത് കണ്ട ഇവിടെ കയറിയിരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ അറിയാനായിട്ട് വൈകിപ്പോയി നയനെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയ സമയത്ത് അവളെ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ തലയെ ചുമന്നുകൊണ്ട് നടന്നിരുന്നേ. അവസാനം ആ എനിക്കിട്ട് തന്നെ അവള് പണി തന്നു. എന്റെ കരള് പോകാൻ കാരണം അവളല്ലേ. പക്ഷെ ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തിന് ഏറെ പറയുന്നു, ജാനകി പോലും വിശ്വസിക്കുന്നില്ല ഞാനും നയനമോളും ഒക്കെ കള്ളത്തരം പറയുന്നതാണ്. അപ്പോഴേക്കും കനക പറഞ്ഞു, അല്ലെങ്കിലും അവൾക്ക് അവളുടെ അമ്മായിമ്മനെ കയ്യിലെടുക്കാനൊക്കെ ഭയങ്കര മിത. ഇപ്പം ജാനകി അനാമയുടെ ഭക്ഷണത്തിൽ നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? നന്ദു ഈ വീട്ടിലേക്ക് വന്ന് കയറുമെന്ന് ഓർത്തിട്ടാ. നന്ദു കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാ അനാമികനെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ജാനകി ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാ. ദേവേന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു കൊടുക്കാല്ലേ കനകെ പറ്റുള്ളൂ, അല്ലാതൊന്നും പറ്റില്ലോ. ഇനിയിപ്പൊ എന്താന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞ് തിരുത്താവുന്നത്രം പറഞ്ഞു നോക്കി. പക്ഷേങ്കിൽ നമ്മൾ പറയുമ്പോൾ ജാനകി മനസ്സിൽ വിചാരിക്കുന്ന നമ്മൾക്ക് എന്തോ അസൂയായിട്ട്, അല്ലെങ്കിൽ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാനും കൂടെ കൂട്ടി നിൽക്കുന്ന അന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ജാനകി അതൊന്നും മനസ്സിലാക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ, വരുന്നിടത്ത് വെച്ച് കാണട്ടെ. പക്ഷേ അനാമികനെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് നയനയോട് കനക പറഞ്ഞു, എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ മോളെ, അച്ഛൻ അവിടെ കാത്തിരിക്കുമായിരിക്കും എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട. എന്നാലും എനിക്ക് വിഷമം ആദർശ് മോനെ കുറിച്ച് ഓർത്തിട്ടാ. പാവം, അവന് ഇത്രയൊക്കെ സഹിക്കുന്നുണ്ടല്ലോ. ശരിക്കും അവന്റെ സ്ഥാനത്ത് വേറെ ഏത് ആൺകുട്ടികളാണല്ലോ ഒരിക്കലും സഹിക്കില്ല. ആരാന്റെ ഗർഭം ചുമന്ന് തലയിൽ വെക്കേണ്ട കാര്യമൊന്നും അവനില്ല. പാവം എത്രമാത്രം സഹിക്കും. പിന്നീട് കനക ഭയങ്കര സങ്കടത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഗോവിന്ദൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു, അല്ല എന്തായി കനക കാര്യങ്ങള്? നവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അവൾ എന്തു പറഞ്ഞു? ഇത് കേട്ടതും കനക പറഞ്ഞു, പറയണമെന്ന് ഓർത്ത് പോയത് തന്നെയാ ഗോവിന്ദേട്ടാ. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല. ഞാനത് പറയാതെ തന്നെ അവളെ കൊണ്ട് ഒന്ന് മനസ്സിലാക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് നമ്പറൊക്കെ ഇട്ട് നോക്കി. പക്ഷെ അതൊന്നും ഏശിയില്ല. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക. പിന്നീട് കനക അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പം നയനയുടെ സ്ഥാനത്ത് നവി ആയിരുന്നെങ്കിലും ഞാൻ ചോദിച്ചോളൂ. അപ്പൊ അവള് പറഞ്ഞ എന്താണെന്നറിയോ? അങ്ങനെയാണ് ഞാൻ ചന്തുമോളെ കൊല്ലും, അവളും ആത്മഹത്യ ചെയ്യുമെന്ന്. പിന്നെ എനിക്ക് എന്തേലും പറയാൻ പറ്റുമോ? നയനയുടെ സ്വഭാവമല്ല നവ്യയ്ക്ക് ഒറ്റ ബുദ്ധിയാണ്. അവൾ അതല്ല അതിലപ്പുറവും ചെയ്യും. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് പിന്നെ പറയാൻ തോന്നിയില്ല ഗോവിന്ദേട്ടാ. ഗോവിന്ദൻ പറഞ്ഞു, ഇത് വല്ലാത്ത കുരിശായല്ലോ. ഇത് മിക്കവാറും അബിക്ക് അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അബി ഇങ്ങനെ നടക്കുന്നത്. കാരണം അവനറിയാം ഒരു കാരണവശാലും ആദർശം നയനൊന്നും പറയാൻ പോകുന്നില്ലെന്ന്. അതവൻ്റെ ഒരു ബലമാണ്. ആ സമയത്ത് കനക പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ 3 മക്കളെ വേണമല്ലോ. ഒരാൾക്ക് എന്തേലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അത് ശരിയാ കനകെ. പക്ഷെ ഒരാൾ ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന കാണുമ്പോൾ സഹിക്കോ? സാരമില്ല, നോക്ക എത്ര വരെ പോകുന്നു. ഒരു പക്ഷേങ്കിൽ ഇതാരും പറയാതെ തന്നെ അവൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതിന് ദൈവമായിട്ട് ഒരവസരം മിക്കവാറും ഉണ്ടായി കൊടുക്കും ഗോവിന്ദേട്ടൻ പേടിക്കണ്ട എന്ന് പറയണ. അപ്പോഴേക്കാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദു വന്നിട്ട് ചോദിച്ചു, എന്തായി അമ്മ കാര്യങ്ങളൊക്കെ? എന്താവാനായിട്ട് മോളെ, ഒന്നും ആയില്ല. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ആ അനാമികനെയാണ് ഇപ്പൊ പിടിച്ചിട്ട് ഇടിക്കേണ്ടത്. അനാമികനെ മാത്രമല്ല, മിക്കവാറും അനാമികയുടെ പിന്നില് ആ അബിയും കാണുമായിരിക്കും. അനാമികനെ അബി ഇളക്കി വിട്ടതാണോന്ന് എനിക്ക് സംശയം. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എന്റെ മനസ്സിൽ അങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ കുടുംബത്തെ തെറ്റിപ്പിരിക്കാനായിട്ട് ഈ പറയുന്ന അബിയുടെ അമ്മയെ കുറെ നോക്കിയതല്ലേ. അപ്പൊ അതൊക്കെ നടക്കാത്തതിന്റെ പേരില് ചിലപ്പോൾ ദേഷ്യവും കാര്യം കാണുമായിരിക്കും. അപ്പൊ അനാമികനെ ഇളക്കി വിട്ടാണോ? ശരിയാ, ഇതിനു മുമ്പ് അവിടെ നടന്ന പല പ്രവൃത്തിയുടെയും പിന്നില്
അഭി ഉണ്ടായിരുന്നു. കാരണം അനാമികയുടെ പിന്നില്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിലും കാണും. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാ ആ അബീനെ പോയി കൈയോടെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വരണം. എന്നിട്ട് അവനെ ലോക്കപ്പിലിട്ട് 4 ഇടി അങ്ങോട്ട് കൊടുക്കണം. അവൻ തത്ത പറയുന്ന പോലെ സത്യങ്ങളൊക്കെ പറയും. അപ്പോഴേക്കും കനക പറഞ്ഞു, അറിയത്തില്ലാഞ്ഞിട്ടൊന്നും അല്ലോ മോളെ ഇത്. പക്ഷേ ഉണ്ടല്ലോ, നവ്യയുടെ മുഖം ഓർത്ത് കഴിയുമ്പോഴാ അവൾക്കിത് സഹിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അവൾ ഇന്ന് തന്നെ ഒരു സൈക്കോ മൈൻഡായിരുന്നു. ഈ സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിക്കുവാണ്. കാരണം അമ്മ എന്തുകൊണ്ടാ ഇങ്ങനെ വന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കാര്യമുണ്ടെന്ന് നവ്യക്ക് തോന്നി. ഒരു പക്ഷേങ്കില് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആദർശന്റെ നയനയുടെ ഒപ്പമാണ് അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നത്. അതെന്താന്ന് മനസ്സിലായില്ല. തന്നെ വെച്ച് അമ്മ ഉപമിക്കുകയും ചെയ്തു. എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ നവ്യയുടെ മനസ്സിൽ ചെറിയൊരു കരട് വീഴുവാണ്. ഇനിയിപ്പം വേറെ ആർക്കെങ്കിലും ഇതിൽ പങ്ക് കാണോ? ആദർശന്റെ കുഞ്ഞല്ലേ ചന്തമോള്, അതുകൊണ്ടാണോ അച്ഛനും അമ്മയ്ക്ക് ഇത്ര ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഇവിടുത്തെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ധൈര്യത്തോടു കൂടിയിട്ട് ആദർശന്റെ ഒപ്പം നിൽക്കുന്നേ? അല്ലെങ്കിൽ നയനെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കാൻ വഴിയില്ല. ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല നവ്യയ്ക്ക്. ഈ സമയത്ത് സച്ചിദാനന്ദൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. കാരണം ഇനിയിപ്പം നന്ദുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ അമാന്തിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം. ഇനിയിപ്പം നന്ദുവിന്റെ വീട്ടിലേക്ക് നേരിട്ട് പോയി പെണ്ണു ചോദിക്കണം. കാരണം വന്നപ്പോൾ തൊട്ട് സിഐക്ക് നന്ദുവിനോടൊരു പ്രണയം തോന്നിയതാണ്. കാരണം ആദ്യം നോട്ടത്തിൽ തന്നെ. പക്ഷെ നന്ദുവിനാണെങ്കിൽ അയാളെ കണ്ണെടുത്താൽ കാണത്തില്ല. ഒരു ഒലിപ്പിക്കുന്ന സ്വഭാവം, താൻ വലിയ എന്തോ ഒരു ഇതാന്നുള്ള മട്ടിലാണ് അയാളുടെ പെരുമാറ്റമൊക്കെ. പക്ഷെ അയാൾ വെറും ബിഗ് സീറോ എന്നുള്ള കാര്യം നന്ദുവിനറിയാം. നന്ദുവിന് മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് അയാൾ പല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതൊക്കെ നന്ദു തിരിച്ചറിയുകയും ചെയ്താ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാബിനിലേക്ക് വിളിപ്പിച്ച് വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നന്ദുവിന് അതൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ എങ്കിൽ മേലുദ്യോഗസ്ഥനല്ലേ, അനുസരിച്ചെല്ലാം മതിയാവുള്ളൂ. അതുകൊണ്ട് മാത്രം നന്ദു അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. പിന്നീട് സച്ചിദാനന്ദൻ ഗോവിന്ദന്റെ അടിയിലേക്ക് വരുവാണ് നന്ദുവിനെ പെണ്ണാലോചിച്ചുകൊണ്ട്. അപ്പൊ ഒരു ബ്രോക്കർമാരുടെ ഒന്നും ആവശ്യമില്ല, താൻ നേരിട്ട് പോയി ചോദിക്കാം. താനൊരു CI അല്ലേ, അപ്പൊ പിന്നെ തനിക്ക് നേരിട്ട് പോയി ചോദിക്കാലോ. നന്ദുവിന്റെ വീടൊക്കെ ഒന്ന് കണ്ടിരിക്കുകയും ചെയ്യാം. ഇതുവരെയായിട്ട് നന്ദുവിന്റെ പ്രപ്പോസൽ ഒന്നും വന്നിട്ടുമില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തണം. ഒരു പക്ഷേങ്കില് നന്ദുവിന്റെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ ഇനിയിപ്പോൾ അധികം താമസിപ്പിച്ചുകൂടാ, തനിക്ക് പ്രായമൊക്കെ ആയി വരുമല്ലേ എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. അങ്ങനെ അയാൾ നന്ദുവിന്റെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയത്ത് നന്ദു സ്റ്റേഷനിലായിരുന്നു, നന്ദു വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദനും കനയ്ക്കും ആരാ എന്താണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും സച്ചിദാനന്ദൻ പറഞ്ഞു, ഞാൻ CI നന്ദുവിന്റെ സ്റ്റേഷനിലെ CI സച്ചിദാനന്ദൻ. ആ സാറോ, ബാ സാറെ വന്നിരിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ സച്ചിദാനന്ദൻ നിന്നു. ഈ സമയത്ത് കനക പറഞ്ഞു, ഞാൻ ചായ എടുത്തോണ്ട് വരാം. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, ശരി കനയെ, നീ പോയി ചായയോ ജ്യൂസോ എന്തെങ്കിലും എടുത്തോണ്ട് വരാൻ പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ജ്യൂസ് എടുക്കാനായിട്ട് കനക അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് കോന്നിച്ചു, അല്ല എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം നന്ദു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നന്ദുവായിട്ട് പറയാൻ പറ്റില്ല. SI ആന്ന് പറഞ്ഞാലും അവള് എന്തേലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴപ്പോൾ പ്രതികരിക്കുന്ന സ്വഭാവമാണ്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും സച്ചിദാനന്ദൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല, ഞാൻ ഈ വീഡിയോ അതൊക്കെ കണ്ടിരിക്കാണല്ലോ എന്നൊത്ത് വന്നാന്ന് പറയണം. അപ്പോഴേക്കും കനക ജ്യൂസൊക്കെ ആയിട്ട് വന്നു. പിന്നീട് സച്ചിദാനന്ദൻ ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കണം. അപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കനയ്ക്കും ഗോവിന്ദനും മനസ്സിലായില്ല. ആ സമയം സച്ചിദാനന്ദൻ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളെ കണ്ട് നേരിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് വന്ന് വളച്ചുകെട്ടില്ല, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടുത്തെ നന്ദു ഉണ്ടല്ലോ, നന്ദുവിനെ എനിക്കിഷ്ടമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് എനിക്ക് അറിയണം. ഇത് കേട്ടതും കനയും ഗോവിന്ദനും ഒരു നിമിഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അവർക്ക് കേട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നന്ദുവിനേക്കാളും ഒരു റാങ്കോട് ഉയർന്ന ആളാണ് CI. അപ്പം അയാളിങ്ങനെ വന്ന് നേരിട്ട് കല്യാണം ആലോചിക്കാന്ന് പറഞ്ഞാൽ പിന്നീട് കനകയോടും ഗോവിന്ദനോടും ചോദിച്ചു, അല്ല നന്ദുവിന് വേറെ വല്ല ആലോചന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അവൾക്ക് നല്ല ആലോചനകളൊന്നും വന്നിട്ടില്ല. വരുവാണെങ്കിൽ നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. മുമ്പ് നടത്താമെന്നൊക്കെ ഓർത്തിരുന്ന് കഴിഞ്ഞപ്പം പിന്നെ ജോലി കിട്ടിയിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ടാ. അപ്പോഴേക്കും സച്ചിദാനന്ദൻ പറഞ്ഞു, എൻ്റെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാ. ജോലി കിട്ടി നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിയാലും പക്ഷെ എൻ്റെ മനസ്സിനിറങ്ങിയ ഒരു പെൺകുട്ടി എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ സ്റ്റേഷനിൽ വന്ന് ചാർജ് എടുത്ത് നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റിയ പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ആലോചനയായിട്ട് വന്നേ. ഇനിയിപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ അവതരിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനിയിപ്പം നോക്കിയിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്താം. ഞാൻ നേരെ പോകുന്ന രീതിക്കാരനാ. അതെങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നേ. ഇത് കേട്ടതും കനക പറഞ്ഞു, അല്ല അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ, കാരണം നന്ദുവിൻ്റെ ചേച്ചിമാർ 2 പേരുണ്ട്, അവരോടൊക്കെ ആലോചിച്ചിട്ടൊരു തീരുമാനം. അത് കേട്ടതും
സച്ചിദാനന്ദൻ പറഞ്ഞു ആയിക്കോട്ടെ, അവരോടൊക്കെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. എന്നാലും തീരുമാനം പോസിറ്റീവ് ആവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നന്ദുവിന് ഇതിനായിട്ടും വേറെ ആലോചനകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അല്ല, നന്ദുവിന് വല്ല അഫെയറും കാര്യങ്ങളും ഉണ്ടോ? അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല. കനക ചോദിച്ചു അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടായിരുന്നു. അപ്പം നന്ദു അത് നിഷേധിച്ചു. പക്ഷെ എനിക്കന്ന് വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഇന്നത്തെ കാലത്ത് മൊത്തം AI അല്ലേ, അപ്പം അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴേക്കും കനകം ഗോവിന്ദനെ നോക്കി. ഗോവിന്ദന് കാര്യം മനസ്സിലായി. പിന്നീട് ഇത്ര സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് സച്ചിദാനന്ദൻ അങ്ങോട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി കഴിഞ്ഞ ഉടനെ നന്ദുവിനെ വിളിക്കുവാണ് കനക. കനക വിളിച്ചിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര ടെൻഷനായി. നന്ദു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു മഹാമാരി തന്റെ തലയിലേക്ക് വരുമെന്നുള്ളത്. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? മനുഷ്യൻ ജീവിക്കാനും സമ്മതിക്കല്ലേ? ഒരു വിധത്തില് എങ്ങനെയല്ലേ ഒന്ന് അനിയുമായിട്ടൊന്ന് സെറ്റായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മുമ്പത്തെ പോലെയല്ല, അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞോടെ നന്ദുവിൻ്റെ പ്രതീക്ഷയൊക്കെ ഉണ്ട്. ജോത്സ്യം പറഞ്ഞ പോലെ ഉറപ്പായിട്ടും നന്ദു അനിയും തമ്മിൽ ഒന്നിക്കോളുന്ന ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നന്ദു ഇരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വൈതരണി മുന്നിലേക്ക് വന്ന് പെടുന്നത്. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു ചിന്തയായിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ. കാരണം അയാൾ CI ആണ്. അയാളെ പിണക്കാനും പറ്റില്ല. അത് മാത്രമല്ല, അയാളെ പോലുള്ള ഒരുത്തിനെ ഒരിക്കലും താൻ ഇഷ്ടപ്പെടാനും പോകുന്നില്ല, വിവാഹം കഴിക്കാനും പോകുന്നില്ല. വിവാഹം കഴിച്ചില്ലേലും വേണ്ടില്ല, അത് നന്ദു തീരുമാനിച്ചുറപ്പിച്ചു. പക്ഷെ ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയത്തില്ല. വീട്ടിൽ ഇനിയിപ്പം വലിയ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ നന്ദുവിന് നല്ല ടെൻഷനായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.